ബാക്കോലല്ല, ഫ്രണ്ടില് ഭയങ്കര ദാരിദ്ര്യാണ്. ഏതാ ദരിദ്രവാസി? എന്തല്ല ഓമനെ ഓമനെ, ഇതാരല്ലോ വന്നിട്ട് പിരിവാറാണെന്ന് തോന്നുന്നു. പിരിവൊന്നല്ലപ്പാ, വേറൊരു കാര്യത്തിനാന്ന്. ഓമനേട്ടേ ഇതാണ് പെണ്ണ്. അല്ലപ്പ ഇതാര് സുധാകരനാ? നിനക്ക് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം അറിയാം. നമ്മളെ തിരക്ക് നിങ്ങൾക്ക് അറിയില്ലേ? വാ കേറ്, ഉള്ളിലിരിക്കാല. രാമോട്ട നമ്മളെ മനസ്സിലായില്ല. രാമോട്ടാ നിങ്ങക്ക് മനസ്സിലായവനാ? അക്കരയിലത്തെ എരിഞ്ഞിട്ട് ശ്രീജനെ കഴിച്ചിട്ടേ ഓനാ. ചന്ദ്ര ഓർ നമ്മളെ പറ്റിച്ചാൻ തോന്നല്ലോ. വിദ്യ ഐറ്റിങ്ങ മനഃപൂർവ്വം തോണി അക്കരയൊന്നും വിടാത്തായിരിക്കും കേട്ടോ. അമ്മ വെറുതെ ഇടിരുന്ന് വെയില് കൊള്ളണ. നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന്, ഇത് നടന്ന് കൂട്ടിയാ മതി കേട്ടോ. നിങ്ങ പെണ്ണിനോട് പോയി കുറച്ച് ചായ ഒക്കെ എടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഇത്രയും സമയം പെണ്ണ് കിടിയുണ്ടായി. ഇപ്പൊ അന്ന് അങ്ങോട്ട് ഇറങ്ങി. ഷാനന്റെ വീട്ടിൽ ചുരിദാർ ഷേപ്പാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങ കേറിയിരിക്കും, ഞാൻ ഇപ്പൊ വരാം. നിങ്ങ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങ കേറിയിരിക്കും. നിങ്ങ ഇങ്ങോട്ട് വാ. നിങ്ങ വേഗം പോയിട്ട് ഓളെ കൂട്ടിട്ട് വാ. അപ്പളേക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ വരും. ഈ ഉച്ചക്ക കുടിക്കാൻ കൊടുക്കല് ചോറ് കൊടുത്താ മതി. അതിന് ഇന്നലത്തെ ഉണക്ക വറവേലില്ലു. അതിന് ഞാൻ നാക്കണ്ട്. ആ നീ എന്തെങ്കിലും ആക്ക്, ഞാൻ അവളെ കൂട്ടിട്ട് വരാം. ഞാൻ പോന്നു, നിങ്ങളാരും വരുന്ന? എന്നാ ഞാനുണ്ട്. വാടേന്ദ്ര ഞാനും വാ. നമുക്ക് ഇനി വേറെ എവിടെയും പോയിട്ട് വെയിലുള്ള വാ. വലട്ടാ, ഓൻ എത്ര നേരം വേണമെങ്കിലും വെയിലുള്ളാലോ. ഓന്റെ കയ്യിൽ കൊടണ്ടല്ലോ. ഇതായിരിക്കും എന്റെ കണ്ണാ, ഓളിപ്പോ വരൂ, അപ്പൊ കാണാലോ. നിക്കോമനട്ടെ, ഞാനും വരാം. കോയിനെ പിടിക്കാനല്ലോ ഒരു നാക്കുണ്ട്. പറ അണ്ണാ അതല്ലേ അല്ല ഭാസ്കര, നമ്മ കണ്ണന്റെ കല്യാണ നിശ്ചയത്തിന് കൊറേ ആള് വിളിക്കുന്നുണ്ടാ. ഇനി പുല്ല് ചെയ്യാനൊന്നും കിട്ടൂല അല്ലേ? അതെന്താ കുഞ്ഞമ്പോട്ടെ നിങ്ങൾ അങ്ങനത്തെ വർത്താനം പറഞ്ഞത്? അല്ല, ആരോ പറഞ്ഞു കേട്ടിനി നിന്റെ പറാത്ത വഴിഞ്ഞാ ഇറക്കുന്നത്. നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് പറ്റിട്ടില്ലെങ്കിൽ അതിനപ്പം തന്നെ കൊണ്ടുപോയിട്ട് അറക്കല. അല്ലപ്പാ, ഞാനൊരു പയ്യന്റെ കാര്യല്ലേ ഭാസ്കര പറഞ്ഞു. എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയല്ലേ കുഞ്ഞമ്പോട്ടെ. അമ്മിണി എനിക്ക് എന്റെ മോളെ പോലെ. ഞാൻ വേണ്ട. അല്ല നാരായണി, പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല, പയ്യനെയും കാണുന്നില്ല, ആന മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെ അങ്ങനെ മുട്ടടിക്കല്, ബൈക്കാണെങ്കിൽ അതില്ല.
എന്തോ തിരക്കില് തോന്നില്ലടാ. വിദ്യ നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് മനസ്സിലൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി നീ പോയിട്ട് വാടാ. ഏട്ടിയും പറഞ്ഞല്ലേ അന്നത്തിന്റെ മുമ്പിൽ നമ്മ ബലം പിടിച്ചുവിട്ടാ. ബീഫാന്ന ചോറായി. കാവിന്റെ അതിൽ കൂടെ പോലെ ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കടാ. ബാലേട്ടാ എന്തെല്ലാന്ന് നന്നാക്കി തോന്നല്ലോ അല്ലേ? വിദ്യ നല്ല മണം. എല്ലാം എടുത്തില്ലേ? എന്തായി വിദ്യ, നിന്റെ കല്യാണമല്ല? കുഴപ്പമില്ല, നോക്കുന്നുണ്ട്. നടന്നാ മതി, നോക്കി പഠിച്ചോ. അടുത്തത് നിന്റെയാ. ഇലയെടുത്ത് മാറ്റി നിങ്ങൾ കേട്ടിരുന്നോ ബാലേട്ടാ? കാലുണ്ട് നോക്കിയാ കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വിദ്യ, വയസ്സായവരല്ലടാ. ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വിദ്യേ വാ. പ്രായമുള്ളവരല്ലേ, എണീച്ചെടുത്ത്. വിദ്യാട്ടാ എങ്ങനെ വല്ലല്ല തിന്നിട്ട് പോടാ. ഇന്നെന്താ എണീച്ചു നീ? പ്രായമായ അമ്മയില്ലടാ. ഈ എന്തെന്ന് ആ തോണ്ടി നമുക്ക് എപ്പോഴും പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതുന്നു. കുറച്ച് വെള്ളം നിന്നേ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ എവിടല്ലേ, പ്രശ്നേട്ടില്ല വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട കണ്ട, ഇതെല്ലാം വെക്കണം. എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങൾ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി, ഭക്ഷണം കുറച്ച് വെള്ളം 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 ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെന്നീ കാണിക്കുന്നത്. പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോ ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചുതരാം. തോന്റെ ഒരു ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. പെണ്ണേട്ടാ, നിങ്ങളെ പന്നി ഫാമിലി മ്യൂസിഷ്യമായിട്ട് ഡിങ്കോൾഫിയാന്നുള്ള ന്യൂസ് കേട്ടല്ലേ? ഇവർക്കതെല്ലാം അറിയാ. അതെ, ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ കണ്ണാട്ടാ, ഇതൊന്നും നോക്കിയട്ടെ. നോക്കിയാതെ എടാ, നിന്റെ ആടുന്ന പ്രശ്നം കണ്ണിന് കുത്തിറക്കി ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാനോ പറഞ്ഞത്? കൊട്ടാ ഞാൻ പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയണ പോലെ നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട, ഇപ്പെങ്കിലും കാര്യം മനസ്സിലായത് നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി. പിള്ളേർ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നേരം. നിങ്ങൾ വന്നതാമോട്ടാ. നീ ഒറ്റ കാരണത്തള്ള ഓരോ സ്ഥലത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല, പാഞ്ഞളിഞ്ഞ് ഓനെന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ളാക്കും ഞാൻ. നീ എല്ലാ വീഡിയോ പിടിച്ചേ, അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി?
അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഏനി അങ്ങനെ ഈ കുന്ത്രാന്റെ അടുത്ത് എന്റെ മൂന്ന് തോട്ടത്ത് തള്ളയാ നീയല്ലേ ഒപ്പിച്ചിനി കണ്ട നീ വെറുതെ നാരായണനെ പറയണ്ട. ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേജിലേക്ക് ഉന്തി വിട്ടത്. ഓനെ പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കിന്? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാണോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ.